ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ഞാനിപ്പോൾ 2024 എൻഡായപ്പോൾ ഇത്രയും വർഷം ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു വിഷ്, ദാറ്റ് മീൻസ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു വിഷ് ഞാൻ എന്താ പറയുക, ഞാൻ നടത്തിയിരിക്കുകയാണ്. അതും ഞാൻ തനിയെ പോയിട്ട്. അതെന്താണെന്നല്ലേ, എൻ്റെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഞാൻ നോസ് പിയേഴ്സ് ചെയ്തു. അങ്ങനെ ഞാനൊരു മൂക്കുത്തിട്ടു. കുറേ വർഷമായിട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു ഇടണമെന്ന്. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തതാണ്. മൂക്ക് കുത്താനൊക്കെ ഞാൻ തട്ടാൻ്റെ അടുത്ത് പോയതാണ്. പക്ഷേ പല പല സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ധൈര്യം സംബന്ധിച്ച് ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ മൂക്ക് കുത്തിയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക. അത് നമ്മൾ ആർക്കും വേണ്ടിയിട്ട് നമ്മൾ ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നോസ് പിൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മൂക്ക് വളരെ തിക്കായിട്ടുള്ള മൂക്കാണെങ്കിൽ ബെറ്റർ യു ഗോ ഫോർ എ ലെങ്തി നോസ് പിൻ. ഓക്കെ, അത് നമ്മൾ ബില്ല് ചെയ്യണ ജ്വല്ലറിയിൽ നമ്മൾ ബില്ല് ചെയ്യണതിന് മുൻപ് നിങ്ങൾ അത് ട്രൈ ചെയ്യണം ഇൻ ദ സെൻസ് നിങ്ങൾ നിങ്ങളുടെ മൂക്കിൻ്റെ തിക്നെസ് വെച്ചിട്ട് അത് അതിൽ കയറുമോ എന്നുള്ളത് തട്ടാനോട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ബില്ലെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തട്ടാൻ്റെ അടുത്ത് നമ്മൾ നോസ് പിന്നായിട്ട് ചെല്ലുമ്പോഴായിരിക്കും തട്ടാൻ പറയണത് ഇത് നമ്മളുടെ മൂക്കിൻ്റെ അകത്തേക്ക് കയറില്ല എന്ന് പറയണത്, കുത്തിയാലും അകത്തേക്ക് കയറില്ല എന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ ആദ്യം ഒരു ഗോൾഡിൻ്റെ നോസ് പിന്നാണ് വാങ്ങിയത്. പക്ഷെ ഞാനത് തട്ടാൻ അത് ഇടാൻ ട്രൈ ചെയ്തപ്പോൾ അത് കയറിയില്ല, അകത്തേക്ക് കയറിയില്ല. സോ ഇറ്റ് വാസ് വെരി പെയിൻഫുൾ. ദെൻ ഐ ഡിസൈഡഡ്, ബിക്കോസ് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയമണ്ട് മൂക്കുത്തിക്ക് പോകേണ്ടി വന്നു. കാരണം ഡയമണ്ട് മൂക്കുത്തിയിൽ എപ്പോഴും നമുക്ക് ലെങ്തി ആയിട്ടുള്ള കാലുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിരുകാണി ആണെങ്കിലും സ്ക്രൂ ആണെങ്കിലും ബാക്കിൽ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് കയറാൻ പറ്റും നമ്മുടെ സ്കിന്നിലേക്ക്. കാരണം ഇതെല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് അല്ലല്ലോ. മൂക്കെന്ന് പറയുമ്പോൾ ഒരു കാറ്റലേജ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിരിക്കണം എപ്പോഴും കുത്തുമ്പോൾ. നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് തന്നെ. അപ്പോൾ തട്ടാനോട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് ഒരു 1 വീക്ക് എടുത്തു ഹീലാവാനായിട്ട്. ഞാൻ യൂസ് ചെയ്തത് ഹീലിങ്ങിന് കോക്കനട്ട് ഓയിൽ മാത്രമാണ്. അതായത് ഒരു ഇയർ ബഡ്സിൽ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് ആ ബഡ്സിനെ ഞാൻ ഇവിടെ വയ്ക്കും. അപ്പോൾ ആ കോക്കനട്ട് ഓയിൽ ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ വൂണ്ടിലേക്ക് പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഹീലാവും. പിന്നെ നിങ്ങൾ പതുക്കെ ട്വിസ്റ്റ് ചെയ്തും കൊടുക്കണം. ഡെയിലി ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് സ്റ്റക്കായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ ആഫ്റ്റർ കെയർ നന്നായിട്ട് ഡസ്റ്റ് ഒന്നും ആവാതെ, നല്ല ഇൻഫെക്ഷൻ ഒന്നും ആവാതെ നിങ്ങൾ സൂക്ഷിക്കുക. അത് എങ്ങനെയുണ്ട്, എനിക്ക് സ്യൂട്ട് ആവുന്നുണ്ടോ